ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നേര് എന്ന് പറയുന്ന സിനിമ കണ്ടു. ജിത്തു ജോസഫിൻ്റെ സിനിമയാണ്. ഓക്കെ, ഫൈനലി ലാലേട്ടൻ്റെ ഫാൻസുകാർക്കെല്ലാം ഒരു ഹാപ്പി ന്യൂസാണ് വരുന്നത്. ഇറ്റ് വാസ് എ റിയലി വെരി ഗുഡ് മൂവി. നല്ല മൂവിയായിരുന്നു, നല്ല എൻഗേജിങ് ത്രില്ലർ മൂവി തന്നെ ആയിരുന്നു. സെൻറ്റിമെൻ്റൽ മൂവി. ജിത്തു ജോസഫ് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിട്ടുണ്ട്. അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഡയറക്ടറിന്. ഇതിലത്തെ മെയിൻ തരംഗം ജിത്തു ജോസഫ് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു പുൾ ഓഫ് തന്നെയാണ് ഈ പടത്തിൽ മൊത്തം വന്നിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ്റെ ഒരു തിരിച്ചറിവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ആസ് എ പെർഫോമൻസ് ഇറ്റ് വാസ് റിയലി ഫാർ ബെറ്റർ. എല്ലാത്തിനും അടിപൊളി മെച്ചമുണ്ടായിരുന്നു ആക്ടിങ് വൈസ്. അതെടുത്ത് പറയുന്നത് ചെയ്യും. ഇത്രയും ആളെ കണ്ട് മടുത്തതിനു ശേഷം നല്ലൊരു കംബാക്ക് അല്ല. നമുക്ക് ലാലേട്ടനെ കംബാക്ക് എന്ന് ഞാൻ പറയാത്ത മെയിൻ റീസൺ, നമുക്ക് എല്ലാവർക്കും ഒരു ലാലേട്ടനെ അറിയാം. ആ ഒരു എക്സ്പ്രഷൻ കിങ്ങറിലായിട്ട് പക്ഷെ അതൊന്നും ഇതിൽ വന്നു. അതൊക്കെ ഇത് വരുത്താമായിരുന്നു. പക്ഷെ അതിനുപരി ഇതിൽ ഫാർ ബെറ്റർ ആയിരുന്നു. റിയലി അടിപൊളി ലാലേട്ടൻ തന്നെ എനിക്കിത് കാണാൻ പറ്റി. പിന്നെ ഇതിനകത്ത് മെയിൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിദ്ദിഖാണ്. സിദ്ദിഖിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വേറെ കാര്യം എടുത്തു പറയണം, അനശ്വര രാജൻ എടുത്തു പറയണം. ഷി ഗോട്ട് എ ബ്രേക്ക് ഇൻ ദിസ് മൂവി. പുള്ളിക്കാരിക്ക് ഒരു വലിയൊരു ബ്രേക്ക് ആയിരിക്കും മൂവി. അനശ്വരയുടെ ഒക്കെ കുറേ ചെറിയ പടങ്ങളൊക്കെ പൊട്ടി മാലപ്പടക്കം പോലെ പൊട്ടിത്തെറുകയായിരുന്നു. പക്ഷേ ഈ പടം അനശ്വരയെ പിടിച്ച് കയറ്റി എന്ന് വേണം പറയാൻ. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അനശ്വരയുടെ പെർഫോമൻസ് എക്സ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് സീനിലും അനശ്വരയുടെ പെർഫോമൻസ് തന്നെയാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. അത് എടുത്തു പറയും. അവിടെ മെയിൻ റോള് വരുന്ന അനശ്വര പുള്ളിക്കാരി തകർത്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്ര ഒരു രോമാഞ്ചിഫിക്കേഷൻ കൊണ്ടുവരും അവസാനം. അതെല്ലാം അനശ്വര വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. അതൊക്കെ പുള്ളിക്കാരുടെ കഴിവ് തന്നെയാണ്, പ്ലസ് ഡയറക്ടറിൻ്റെ കഴിവും തന്നെയാണ് എന്ന് എടുത്തു പറയണം. പിന്നെ ഈ പടത്തിലൊരു മെയിൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതിലത്തെ മ്യൂസിക്കാണ്. ഇതിലത്തെ മ്യൂസിക് എന്ന് പറയുന്നത് വിഷ്ണു ശ്യാം, ബ്രില്യൻ മ്യൂസിക്, ബ്രില്യൻ BGM സ്കോർ. എസ്പെഷ്യലി BGM സ്കോർ ഒരു രക്ഷയില്ല. നമുക്കിങ്ങനെ കൈയടിക്കാൻ കുറേ സീനുണ്ട്. ആ കൈയടിക്കാൻ കുറേ സീൻസ് ഇങ്ങനെ രോമാഞ്ചം കൊണ്ട് തരുന്നത് ആ ഒരു BGM സ്കോറും കൂടെ തന്നെയാണ്. ആ പവർ എടുത്തു പറയണം. BGM സ്കോറിൻ്റെ പവർ വേറെ ലെവലായിരുന്നു. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. പ്രിയാമണി ഉണ്ട്, ജഗദീഷ് ചേട്ടനൊക്കെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ശങ്കർ എന്ന് പറഞ്ഞ പയ്യനൊക്കെ അടിപൊളി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ പയ്യനൊന്നും ആ ഒരു പെർഫോമൻസ് വന്നില്ലെങ്കിൽ വട്ടമേ പാളിപ്പോയല്ലോ. ശങ്കറിനൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ, പറ്റത്തുള്ളൂ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗണേഷ് കുമാറിനൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. വലിയ കുഴപ്പം തിരക്കായിരുന്നില്ല. പിന്നെ എപ്പോഴത്തെയും പോലെ ആൻ്റണി പെരുമ്പാവൂരണ്ണനും ഇതിൽ വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിന് വെറുതെ ഓക്കെ വെറുതെ വന്നെങ്കിൽ. പക്ഷെ പടത്തിന് അങ്ങനെ റോങ് ആയിട്ടൊന്നും ബാധിച്ചിട്ടില്ല. ഓക്കെ, റിയലി ഫൈൻ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷെഫ് പിള്ളയുണ്ട്. ഷെഫ് പിള്ളയൊക്കെ ചെറിയൊരു ക്യാമിയോ റോൾ ചെയ്തിട്ടൊക്കെ പോകും, അടിപൊളിയാണ്. ഷെഫ് പിള്ളയായിട്ടല്ല, പുള്ളിക്കാരൻ ഒരു ക്യാരക്ടറിൽ അത് ചെയ്യുന്നുണ്ട്, കൊള്ളാം. നല്ലോണം പുള്ളിക്കാരനും അത്യാവശ്യം ഒരു എഫേർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ കാര്യം തോന്നുന്നു, ജിത്തു ജോസഫ് എപ്പോഴും കൊണ്ടുവന്ന ആൾക്കാരെ തന്നെ ഫേസ്. ജിത്തു ജോസഫ് ആകുമ്പോൾ നമ്മൾ കുറെ പ്രതീക്ഷിക്കും. അതിലൊന്നാണ് കൂമൻ എന്ന് പറയുന്ന സിനിമ. അയ്യോ, അതെന്ത് ഗംഭീരമായിട്ടുള്ള അടിപൊളി പടക്കം വരുമെന്നറിയാമോ അത്. കാരണം നമ്മൾ കാണാത്ത തന്നെ വീണ്ടും കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഇൻവോൾവ് ചെയ്തു. പക്ഷേ ഇതിൽ വീണ്ടും ജിത്തു ജോസഫിൻ്റെ പഴയ ടീമിനെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് ഇൻവോൾവ് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യിപ്പിച്ചെങ്കിൽ കൊള്ളാമാണ്. ബിക്കോസ് ജിത്തു ജോസഫ് അടിപൊളി ഡയറക്ടറാണ്, കിട്ടലും ഡയറക്ടറാണ്. ഒരു മലയാളം ഇൻഡസ്ട്രീനെ വേറെ ലെവലിൽ കൊണ്ടുപോകുന്നൊരു ഡയറക്ടർ തന്നെയാണ്. ബിക്കോസ് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് ടൈം ഒരു ഇന്ത്യൻ സിനിമ, ഒരു മലയാള സിനിമ ഒരു കൊറിയൻ പടം കണ്ട് മലയാളത്തിൽ നിന്ന് റീമേക്ക് ചെയ്ത ഒറ്റ ഒരു സിനിമയാണ് ദൃശ്യം. അതിൻ്റെ ക്രെഡിറ്റ് ജിത്തു ജോസഫിന് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ എല്ലാവരും കൊറിയൻ പടത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വലിക്കുന്നത്. പക്ഷെ കൊറിയൻ പടം ഇവിടെ നിന്ന് വലിച്ച ഒറ്റ പടം എനിക്കറിയാം, അത് ദൃശ്യം തന്നെയാണ്. എനിവേ, ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഞാൻ എടുത്ത് പറയും, നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതിൻ്റെ ഒരു ഫീല് വേറെ, എസ്പെഷ്യലി ആ BGM സ്കോറും. കൈയടിക്കാനൊക്കെ ഒരുപാട് പോർഷൻസ് ഉണ്ട്. റിയലൊക്കെ നിങ്ങൾ കട്ട
ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അടിപൊളി, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പൊളിപ്പടം വരുന്നു. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും ആലോചിക്കാം. സൈൻ ഓഫ് ഫ്രം അനന്ത് KC. എല്ലാം ആവട്ടെ. ബൈ.